ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ചായ കുടിച്ചപ്പോൾ ನಾನು കുറച്ച് വീടെല്ലാം വൃത്തിയാക്കാനുണ്ടായി. ഇന്ന് ನಾನು വീട് വൃത്തിയാക്കാൻ ഇന്ന് മോൾക്ക് സ്കൂൾക്ക് ലീവ് ഉണ്ടായി. അങ്ങനെ കുട്ടിയെ നോക്കാൻ ഒരാളായല്ലേ എന്നിട്ട് കുട്ടികളുടെ കയ്യിലാക്കിയിട്ട് ഞാനിപ്പോൾ മൊത്തത്തിൽ വീടെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ഫസ്റ്റ് വണ്ണമലെല്ലാം വണ്ണമല എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു മാസമൊക്കെ ഉറക്കെ വൃത്തിയാക്കലുണ്ട്. ഈ മാസം 1.5 മാസമായി വൃത്തിയാക്കാതെ. എന്തറിയോ, അവിടെ ഇവിടെ തയ്യ ഇത് ഫങ്ഷനെല്ലാം കുറേ ഉണ്ടായി. പിന്നെ ആടെല്ലാം പോയിട്ട് വരുമ്പോൾ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ 1.5 മാസമൊക്കെ എത്തി. ഇപ്പോൾ നമുക്ക് നമ്മളുടെ നാട്ടിൽ ഒരു തയ്യുണ്ട്, കുറുക്കമർക്കാവിലെന്ന്. അത് അടുത്ത് വരാനായി, 18, 19, 20 വരാനായി. പിന്നെ 2 ദിവസമേ ഉള്ളൂ. അത് വേഗം ഞാൻ വീടെല്ലാം വൃത്തിയാക്കാൻ മോൾക്കും ഇപ്പോൾ ലീവ് ഉണ്ടായി. അങ്ങനെ ഇന്ന് ഞാനും ആ പരിപാടി നോക്കുന്നുണ്ട്. ഇപ്പോൾ സെൻട്രാലെല്ലാം വണ്ണാമലയെല്ലാം എടുത്ത് അങ്ങനെ 2 ബെഡ്റൂമും വണ്ണാമല വണ്ണാമല എടുത്തിന്. ഇന്ന് കുട്ടി ഉറങ്ങിയിട്ടില്ല. ഓനക്ക് തിന്നാനെല്ലാം കൊടുത്തിട്ട് മോളുടെ കയ്ಯಲ್ಲಿ ഓള് പുറത്ത് കുട്ടിയെ തട്ടിയിട്ട് പോയിന്. അങ്ങനെ വേഗം ബെഡ്റൂം വേഗം വൃത്തിയാക്കിയാൽ കുട്ടി ഉറങ്ങാല്ലേ വേഗം എല്ലാം വൃത്തിയാക്കാൻ ഇപ്പോൾ വണ്ണാമലയെല്ലാം എടുത്തിട്ട് അടിച്ച് വാരി കുട്ടീൻ്റെ കളിപ്പാട്ടെല്ലാം സോഫാൻ്റെ അടിയിലുണ്ടായി. നമ്മൾ ദിവസം തേടുന്നത് എവിടെ പോയി എന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം എടുത്ത് വെച്ച് മോന് കാൽക്കന്നെ കിട്ടുന്നത് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഓന് ഉറങ്ങുന്നില്ല. ഇങ്ങനെ പണിയെടുക്കുമ്പോഴെല്ലാം ഓന് കുറച്ച് സൗണ്ട് ആയാലും വേഗം അവന് എണീക്കും. അങ്ങനെ ഓന് എണീച്ചിട്ടേ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. അങ്ങനെ വേഗം ഞാൻ 2 ബെഡ്റൂം വൃത്തിയാക്കാൻ 2 ബെഡ്റൂമിൽ വൃത്തിയാക്കാൻ നിന്നു. വണ്ണാമല എടുത്തിട്ട് അടിച്ച് വാരിയിട്ട് വീടെല്ലാം തുടച്ചാലേ സമാധാനം കിട്ടും. വേഗം ഫസ്റ്റ് ബെഡ്റൂം വൃത്തിയാക്കിയല്ലോ, കുട്ടി ഉറങ്ങാനേ ഞാൻ ബെഡ്റൂം വൃത്തിയാക്കാൻ വന്നു. ബെഡ്റൂമെല്ലാം അടിച്ച് വാരിയിട്ട് ബെഡ് കവറെല്ലാം മാറ്റി കൊടുത്തു. ഇപ്പോൾ ചക്കൻ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അടിച്ച് വാരിയിട്ട് തുടക്കാൻ നില തുടക്കാൻ പോകുന്നുണ്ട്. നില തുടക്കുമ്പോൾ ഞാൻ നില തുടക്കുന്ന ലിക്വിഡ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ നില തുടക്കും. അങ്ങനെ ഉപ്പിട്ടാൽ എന്തോ ഒരു നല്ല ഇതുണ്ടാവും വീട്ടിൽ. എന്തെല്ലോ പറയുമോ, അങ്ങനെ എനിക്ക് എങ്ങനെ മലയാളത്തിൽ പറയണമെന്നറിയില്ല. കന്നഡത്തിൽ അങ്ങനെ പറയും. ഉപ്പിട്ടിട്ട് തന്നെ നമ്മൾ നില തുടക്കണത്. അത് വീട്ടിൽ നല്ല ഹാപ്പി ആയിട്ട് ഉണ്ടാവും ഒരു വിശ്വാസം അവരുടെ. അങ്ങനെ ഞാൻ ഇവിടെ അതന്നെ ചെയ്യുന്നത്. പിന്നെ ഫോട്ടോസുകളെല്ലാം ഉണ്ടായി, അതെല്ലാം ഞാൻ തുടച്ച് അതെല്ലാം ഞാൻ തുടച്ചിട്ട് പിന്നെ റൂം തുടക്കാൻ പോയി. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയി. ഫുള്ള് ഡീപ്പ് ക്ലീനിങ് അല്ലേ, അതിന് കുറച്ച് ലോങ് വീഡിയോ ആയി. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായാലും ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് എല്ലാം നിങ്ങൾ പറയണേ. പിന്നെ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയൊന്നല്ല ഞാൻ ഈ പണിയെടുക്കുന്നത്. ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ പണിയെടുക്കുന്നത് തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തു. പിന്നെ നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടായി പണിയെടുത്തിട്ടും. എന്തായാലും കുടിക്കാൻ പാൽ കട്ടയുണ്ടായി. അങ്ങനെ ഒരു മിൽക്ക് ഷേക്ക് അടിക്കാൻ ഞാൻ അടുക്കള കയറി മിൽക്ക് ഷേക്കെല്ലാം അടിച്ചിട്ട് കുടിക്കുക. പിന്നെ കുറച്ച് സമാധാനത്തിൽ ഇന്ന് അടുക്കള പണി മാത്രം ബാക്കിയുണ്ട്. അത് ഈ മിൽക്ക് ഷേക്ക് കുടിച്ചിട്ട് അടുക്കള പണി എടുക്കാൻ ഞാൻ ഒരു മിൽക്ക് ഷേക്ക് അടിക്കാൻ വന്നു. ഇപ്പോൾ മിൽക്ക് ഷേക്ക് അടിച്ചിട്ട് ഞാനും മോള് 2 കുടിച്ച്. പിന്നെ ഇപ്പോൾ അടുക്കള പണി എത്ര പണിയെടുത്താലും ഇതാവുന്നില്ല. അങ്ങനെ അടുക്കളത്തിൽ വണ്ണമല എടുത്തു, ഉറക്കേറിയ വണ്ണമല എടുത്തു. അങ്ങനെ ഫ്രണ്ടിൽ സഹ ನಾನು വണ്ണമല എടുത്ത് ഫ്രണ്ട് ബാക്ക് എല്ലാം ഒരു മൊത്തം വീടെല്ലാം ലൈറ്റായിട്ട് അങ്ങനെ ഡീപ്പായിട്ട് ഞാനൊന്നും ക്ലീൻ ആക്കാൻ നിന്നിട്ടില്ല. എന്താ പറയുക, അടുത്ത മാസം ഏച്ചിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട്. ആ കല്യാണത്തിന് നമ്മൾ എന്തായാലും വൃത്തിയാക്കണമല്ലേ ഇപ്പോൾ കുറേ വണ്ണമല കണ്ടതുകൊണ്ട് എനിക്കൊരു സമാധാനമായിട്ടില്ല. അതിന് നമ്മൾ വൃത്തിയാക്കാൻ ഞാൻ വൃത്തിയാക്കാൻ നിന്നത്.
അടുത്ത മാസം ഫുള്ള് ഡീപ്പായിട്ട് ക്ലീൻ ആക്കണം. ഒരു അടുത്ത കല്യാണം ഉണ്ടല്ലേ അതിനേന്ന്. അങ്ങനെ എല്ലാം വണ്ണാമലയെല്ലാം എടുത്ത് നമുക്ക് കഴിക്കാൻ അത് എത്തുന്നില്ല. അതിന് കസാലയെല്ലാം ഇട്ടിട്ട് എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ട് വണ്ണാമല എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്നതിന് ഇപ്പോൾ അടുക്കളക്ക് വന്ന് അടുക്കളത്തിൽ കുറച്ച് ഇത് സാധനങ്ങൾ വെച്ച സ്ഥലത്ത് കുറച്ച് വൃത്തിയാക്കാൻ എന്നിട്ട് അവിടെ വൃത്തിയാക്കാൻ നിന്നും ഫസ്റ്റ് എല്ലാം മാച്ചിലെല്ലാം അടിച്ച് വാരിയിട്ട് ഒരു തുണി എടുത്തിട്ട് അതിലെല്ലാം തുടച്ചിട്ട് അങ്ങനെ ഒന്നും വൃത്തികേടൊന്നുമില്ല. ഞാൻ അപ്പോൾ ആഴ്ചക്കൊരിക്കൽ ഞാൻ ഇങ്ങനെ വൃത്തിയാക്കലുണ്ട്. അങ്ങനെ അടുക്കളത്തിൽ ഞാൻ അത്രയൊന്നും ഇതാക്കുന്നില്ല. എപ്പോഴും അടുക്കള വൃത്തിയായിട്ട് തന്നെ ഞാൻ വെക്കുന്നത്. ദിവസം ഞാനിങ്ങനെ ലിക്വിഡ് ഇട്ടിട്ട് തന്നെ അടുക്കള സ്ലാബ് ഇതെല്ലാം ഇങ്ങനെ തുടക്കും. അങ്ങനെ അത്രയൊന്നും വൃത്തികേടൊന്നും ആയിട്ടില്ല. എല്ലാം വൃത്തിയായിട്ടേ ഉണ്ട്. എന്നാലും ഇന്ന് വണ്ണാമല എടുത്തതല്ലേ പൊടിയെല്ലാം ഉണ്ടാവും. എന്നിട്ട് എല്ലാം ഇങ്ങനെ തുടച്ചിട്ട് ഇട്ടു. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതൊരു സ്വഭാവമല്ലേ, എത്ര വൃത്തിയാക്കലും പെണ്ണുങ്ങൾക്ക് മതിയാവുന്നില്ല. അത് ഇത് ഈ അടുക്കള പണി മാത്രം എപ്പോഴും തീരുന്നില്ല. അത് ഒരു പണി എടുക്കുമ്പോൾ ഇന്നൊരു പണി ഉണ്ടാവും. അങ്ങനെ കുറേ പണിയെടുത്ത് മിക്സി എല്ലാം അതൊന്നും എല്ലാം വൃത്തിയായിട്ടേ ഉണ്ട്. എന്നാലും ഇന്ന് വണ്ണമല എടുത്തതല്ലേ എന്നിട്ട് ഞാൻ മൊത്തം ക്ലീനാക്കാൻ ഒരു പകുതി ക്ലീനാക്കാന്നിട്ട് നോക്കിയത്. നോക്കുമ്പോൾ ഇപ്പോൾ ഈ പണി എന്തിന് ബാക്കിയാക്കണത് ഇത്ര പണി എന്നിട്ട് ഇത് സഹ ഞാൻ എല്ലാം വൃത്തിയാക്കാൻ എന്നിട്ട് നിന്ന്. അങ്ങനെ വൃത്തികേടൊന്നും ആയിട്ടില്ല. എല്ലാം വൃത്തിയായിട്ടേ ഉണ്ട്. ഞാൻ രാവിലത്തെ അടുക്കള പണിയെല്ലാം ഞാൻ രാവിലെ ചായ കുടിച്ചപ്പോൾ ഇങ്ങനെ ദിവസം തുടക്കലുണ്ട്. അങ്ങനെ അത്രയൊന്നും വൃത്തികേടൊന്നും ആയിട്ടില്ല. എന്തായാലും വണ്ണമല എടുത്തതല്ലേ എന്നിട്ട് കുറച്ച് പൊടിയെല്ലാം ഉണ്ടാവും. എന്നിട്ട് തുടക്കുക. എന്നിട്ട് ഈ പണി മാത്രം എന്തിനീ ബാക്കിയാക്കണത് എന്നിട്ട് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ തുടച്ചിട്ട് ഞാൻ ഇട്ട്. സമയം 3 മണിയായി. ഇനി കുറച്ചേ ഉണ്ട് അടുക്കള പണി. ഇതെല്ലാം സ്ലാബെല്ലാം തുടച്ചിട്ട് നില തുടച്ചാൽ അടുക്കള പണി തീരും. അങ്ങനെ വേഗം ഈ പണി എടുത്തിട്ട് നമ്മൾ കുറച്ച് കഞ്ഞി കുടിക്കുക. കഞ്ഞിയെല്ലാം വെച്ചത് എന്നിട്ട് ചമ്മന്തിയെല്ലാം അരച്ചിട്ട് കഞ്ഞി കുടിക്കുക. എന്നിട്ട് വേഗം ഈ അടുക്കള പണി തീർന്നാൽ ഒരു സമാധാനം. ഇനി അത്ര വേറെ പണിയൊന്നുമില്ല. അങ്ങനെ വേഗം തുടക്കലുണ്ട്. തുടച്ചിട്ട് നില തുടച്ചാൽ ഇന്നത്തെ പണി തീരും. അങ്ങനെ വേഗം നിലയെല്ലാം തുടച്ച് ഇപ്പോൾ നിലയെല്ലാം തുടച്ച് സമയം 3 മണിയായി. ചോറ് തിന്നാൻ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് സോഫ കവറെല്ലാം ഉണ്ടായി അതെല്ലാം ಇದರಲ್ಲಿ വാഷിംഗ് മെഷീനിൽ ബാക്കി തുണിയെല്ലാം കയ്യിൽ അലക്കാന്നിട്ട് അലക്കി. സമയം 5 മണിയായി. മിറ്റെല്ലാം അടിച്ച് വാരിയിട്ട് വിളക്ക് കത്തിക്കുന്ന സമയമായി. അതിന് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ഒരു കമൻറ്റ്സ് ഇടണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.